ലുക്കിൽ മാത്രമല്ല ഫീച്ചറിലും മാസാകും 5 ഡോർ ഥാർ. ഇന്ത്യൻ നിരത്തുകൾക്ക് ഈ വർഷം മഹീന്ദ്ര നൽകുന്ന സ്വാതന്ത്ര്യദിന സമ്മാനമാണ് ഥാറിന്റെ 5 ഡോർ മോഡലാണ്. ഥാർ 60 എന്നായിരിക്കും ഈ വാഹനത്തിന്റെ പേര് എന്നാണ് നൽകുന്ന സൂചന. റെഗുലർ ഥാറിന്റെ DNA-യിൽ നിരവധി ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത് എത്തുന്ന വാഹനം എന്ന നില വാഹന പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വാഹനമാണ് ഥാർ 60. പരീക്ഷണ ഓട്ടങ്ങളിൽ പുറത്തുവരുന്ന ചിത്രങ്ങൾ അല്ലാതെ വാഹനം സംബന്ധിച്ച് പൂർണ്ണമായും സസ്പെൻസ് നിലനിർത്താൻ മഹീന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പോലും വാഹനത്തിന്റെ ഫീച്ചറുകൾ സംബന്ധിച്ചും മെക്കാനിക്കൽ സംവിധാനങ്ങൾ സംബന്ധിച്ചും ഏതാനും സൂചനകൾ പുറത്തുവന്നു. വാഹനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ കാലത്തും മഹീന്ദ്രയുടെ പ്രധാന പരിഗണനയാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ 2 ADAS ഫീച്ചറായിരിക്കും ഥാർ 60 നൽകുക എന്നാണ് വിലയിരുത്തൽ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ് തുടങ്ങിയ ഫീച്ചറുകളായിരിക്കും അഡാസിൽ അധിഷ്ഠിതമായി വരുന്നത്. പിന്നെ പനോരമിക് സൺറൂഫ് ആയിരിക്കും ഈ വാഹനത്തിന്റെ വരുന്ന മറ്റൊരു കൂട്ടിച്ചേർക്കൽ. ഇതോടെ പനോരമിക് സൺറൂഫുള്ള ലാഡർ ഫ്രെയിം ഷാസിയിൽ ഒരുങ്ങുന്ന ആദ്യ SUV എന്ന ഖ്യാതി ഈ വാഹനത്തിന് ലഭിച്ചു. നവമാധ്യമങ്ങളിൽ പ്രചരിച്ച 5 ഡോർ ഥാറിന്റെ ചിത്രങ്ങൾ 2 ഇരകളിലായി ഒരുക്കിയുള്ള സൺറൂഫും ശ്രദ്ധിക്കപ്പെട്ടു. ഏറ്റവും ഉയർന്ന വകഭേദത്തിലായിരിക്കും ഇത് നൽകുക എന്നാണ് സൂചന. താഴ്ന്ന വശത്തിൽ ഒറ്റ നിരയിലെ സൺറൂഫായിരിക്കും നൽകുക. കാറിന്റെ 3 ഡോർ പതിപ്പിൽ കരുത്തേകുന്ന 2.2 ലിറ്റർ M-Hawk ഡീസൽ എഞ്ചിൻ, 2 ലിറ്റർ M-Stallion പെട്രോൾ എഞ്ചിൻ എന്നിവയ്ക്ക് പുറമെ റിയൽ വീൽ ഡ്രൈവ് പതിപ്പിൽ നൽകിയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനും 5 ഡോർ പതിപ്പ് എത്തിയിരിക്കുമെന്നാണ് സൂചന. ഥാർ 60യുടെ അടിസ്ഥാന മോഡലായിരിക്കും ഈ എഞ്ചിൻ നൽകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 വീൽ ഡ്രൈവ്, 2 വീൽ ഡ്രൈവ് സംവിധാനങ്ങൾക്കൊപ്പം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഥാർ 60 എത്തിയേ. നിലവിലെ ഥാറിന്റെ ലോങ് വീൽ ബേസ് പതിപ്പായതിനാൽ തന്നെ 3 ഡോർ പതിപ്പിനേക്കാൾ 300 mm അധിക വീൽ ബേസ് ആണ് ഥാർ 60 പ്രതീക്ഷിക്കുന്നത്. വശങ്ങളിൽ 2 ഡോറുകൾ അധികമായി നൽകുന്നതിനൊപ്പം ഇന്റീരിയർ കൂടുതൽ സ്പേസും ഈ വാഹനം ഉറപ്പാക്കുമെന്നാണ് വിവരം. എക്സ്റ്റീരിയറിലെ ഡിസൈനിലും ഇന്റീരിയറിലെ ലേ ഔട്ടിലുമെല്ലാം നിലവിലെ 3 ഡോർ ഥാറിന് സമാനമായി 19 ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീലുകളായിരിക്കും ഇതിൽ നൽകും. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സംവിധാനമുള്ള 10.25 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഇതേ വലുപ്പത്തിൽ തന്നെ തീർത്തിരിക്കുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, LED ലൈറ്റ് സിസ്റ്റം എന്നിവ ഈ വാഹനത്തിന്റെ ഹൈലൈറ്റുകളാകും. മുന്നിലും പിന്നിലും നൽകുന്ന ആംറെസ്റ്റുകൾ, റിയർ AC വെന്റുകൾ, ലെതർ സീറ്റുകളും അപ്പോൾസ്റ്ററിയും, പുഷ് സ്റ്റാർട്ടപ്പ് ബട്ടൺ തുടങ്ങിയ ഫീച്ചറുകളും ഈ വാഹനത്തിന് കൂടുതൽ സമ്പന്നമാകും. നിലവിലെ ധാരണകൾ ഏതാനും അധിക ഫീച്ചറുകൾ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കും. സൺറൂഫ് കൂടുതൽ മെച്ചപ്പെടുത്തിയുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സംവിധാനങ്ങളുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, സെൻട്രൽ ആംറെസ്റ്റ് എന്നിവയായിരിക്കും അധികമായി നൽകുക. വാഹനത്തിന്റെ ഉപയോഗിച്ചുള്ള മെറ്റീരിയലുകളും ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങും നിലവിലുള്ള ഥാറിനെ അപേക്ഷിച്ച് ഏറെ മുന്നിലായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്.